ഹായ് ഹലോ. ആദ്യം തന്നെ എന്താ ലൈറ്റും വെട്ടോന്നൊക്കെയല്ലേ? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ്, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ്, ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതിയാണ്. ഇത് ഇടയ്ക്കൊക്കെ കുളവായി പോയി. ഇത് ഇച്ചിരി സ്പീഡിന് ഓടിച്ചു വിടുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ലോങ് വീഡിയോ തന്നെ നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു 5-6 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം. ഓക്കെ, ഇനി ഈ റിംഗ് ലൈറ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇതൊരു 400 സംതിങ് എന്തോ റേറ്റ് ആണ്. ഓക്കെ, 500-ന് താഴെ വരുന്ന റേറ്റ് ആണ്. ഇതൊരു പിന്നെ റിംഗ് ലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാം. പുതിയതായിട്ട് യൂട്യൂബ് പിന്നെ സ്റ്റാർട്ട് ചെയ്തവർക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആകുന്ന അഫോർഡബിൾ റേറ്റിലുള്ള ഒരു സംഭവമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒന്ന് 2 കളർ എന്തോ ആണെന്ന് തോന്നുന്നു, ഒരു യെല്ലോ കളറും ഒരു വൈറ്റ് കളറും. ആദ്യം ഞാനൊന്ന് എങ്ങനെയാണിത് എടാ, ഇതിങ്ങനെയൊന്നും അല്ലല്ലോടാ, 2 കൈയും കൊണ്ട് വരണ്ടായിരുന്നു. ആ ഒരു രീതിയിലൊക്കെ ഞാൻ ശരിയാക്കാൻ നോക്കി. ഓക്കെ, എന്തായാലും ഞാനത് കണ്ടുപിടിച്ചു, അത് ഞാൻ ശരിയാക്കി. ഓക്കെ, ഞാനിത് അടുത്തത് ഇതാണ്, ഈ മൈക്കാണ്. ഞാൻ ഇപ്പോൾ ആ മൈക്ക് ചാർജ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്, അതിന്റെ സൗണ്ട് ഞാനൊന്ന് ക്ലിയർ ആക്കി അതൊക്കെ ഒന്ന് നോക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ തന്നെ വന്ന് ഓപ്പൺ ആക്കി കാണിക്കേണ്ട പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പിന്നെ ഡെലിവറി ഗേളിനെ കൊണ്ട് തന്നെ അവർ ഓപ്പൺ ആക്കി അതെല്ലാം എന്തോ വീഡിയോ എന്തൊക്കെയോ എടുത്തിടണമെന്ന് തോന്നുന്നു. ഓക്കെ, നല്ല മൈക്കാണ് കേട്ടോ. അഫോർഡബിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇപ്പോ പിന്നെ എൻ്റെ ഫ്രണ്ടിനോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും 5000-ന് മുകളിലോട്ടൊക്കെ ഉള്ള മൈക്കാ പറഞ്ഞു തന്നത്. പക്ഷെ ഇത് പിന്നെ 1000-ന് താഴെ ഉള്ളൂ. പിന്നെ അടുത്തത് 2-3 പെർഫ്യൂം, അതായത് കോംബോ പെർഫ്യൂം, 4 ബോട്ടിലിന്റെ ഒരു കോംബോ പെർഫ്യൂം ആണ്. അത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, തരക്കേടില്ല എന്ന് പറയാം. ഞാൻ ആദ്യമൊക്കെ അടിച്ചു നോക്കിയിട്ട് ചിലതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ചിലതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇത്തിരി കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ സ്മെല്ലൊക്കെ മാറി വന്നു. കുറച്ചു നേരമൊക്കെ നിൽക്കത്തുള്ളൂ കേട്ടോ. ഭയങ്കര ഒരു ഹൈപ്പ് കൊടുക്കാനൊന്നുമില്ല. സ്മെല്ല് കൊള്ളാം. നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റിഫ്രഷ് ആകാനായിട്ട് അത്യാവശ്യം നല്ല ഇതാണ്. അത് തന്നെയല്ല, ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യം, അത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് പിന്നെ 3-4 പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. എന്നാലും കുഴപ്പമില്ല. അഫോർഡബിൾ റേറ്റിന്, ഈ റേറ്റിന് അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഒരു 200 രൂപക്ക് താഴെ എന്തോ ഉള്ളെന്ന് തോന്നുന്നു 4 ബോട്ടിലിന്. അതിന്റെ കറക്റ്റ് റേറ്റ് അറിയത്തില്ല. ഇതിന്റെയൊക്കെ ലിങ്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാവേ. പിന്നെ എന്താ പറയുന്നത്, അത് കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞ് ഞാനിതെല്ലാം ഒന്ന് അടിച്ചു നോക്കുക എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്നൊക്കെ. ഞാൻ കൊള്ളാമെന്നാണോ പറയുന്നത്? ഓക്കെ, ആദ്യത്തേതൊക്കെ കൊള്ളാം എല്ലാം പറയുന്നുണ്ട്, കൊള്ളാം കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, 4 എണ്ണം 200 രൂപക്ക് താഴെ കുഴപ്പമില്ല. ഇച്ചിരി നീണ്ടുപോയല്ലേ വീഡിയോ, കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് അടുത്തതിലോട്ട് പോയിക്കോളാം. ഇത് ഞാൻ നോമ്പിന് വേണ്ടി കുറച്ച് പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചതാണ്. കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ, ജ്യൂസ് അടിക്കാനും, അല്ലാതെ നമുക്ക് നോമ്പല്ലേ, അങ്ങനെ കുറച്ച് പിന്നെ ഷമാമ്, മുന്തിരി, പേരയ്ക്ക, ആപ്പിള്, സിട്രസ് ഫ്രൂട്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ്. പിന്നെ ഇത് സമൂസ ഷീറ്റാണ്. അധികം അങ്ങോട്ട് മെനക്കെടാൻ വയ്യ, അത് ഷീറ്റൊക്കെ ഉണ്ടാക്കി മെനക്കെടാൻ വയ്യ. അതുകൊണ്ട് ഒരു ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, ഇതായിരിക്കും ഈസി വേ എന്നൊക്കെ പറയുന്നത് അതായിരിക്കും. പിന്നെ കുറച്ച് നട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങി എല്ലാവരും പറ്റുന്നവര് കുറച്ച് നമ്മൾ ഫ്രൂട്ട്സ് നട്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ നോക്കുക. കുറേ വെള്ളം കുടിക്കുക. പിന്നെ അത് ഇത്രയൊക്കെ. പശയൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ എൻ്റെ കുറച്ച് ക്രാഫ്റ്റ് പരിപാടികൾക്കൊക്കെയാണ്. പിന്നെ കുറച്ച് കൊച്ചുള്ളി, പിന്നെ അങ്ങനെയൊക്കെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള, പിന്നെ ചിക്കൻ മസാല, അതൊക്കെ തന്നെ. ഇതൊക്കെ ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയി പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ മീൻ കറി വെച്ചത്, അത് കഴിഞ്ഞിട്ട് മീൻ പൊരിച്ച്, പിന്നെ സമൂസ. ഈ സമൂസ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം. അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയാല്ല, അടിപൊളിയായിരുന്നു. അതായത് എഗ് സമൂസ എന്തോ ആയിരുന്നു. പിന്നെ ഞാൻ ഇതെല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ച് ബാങ്ക് വിളിക്കാൻ സമയമായി. ഇത് കഴിക്കാനായിട്ട് എല്ലാം എടുത്തു വെച്ചു. ഇത് ഇത്രയും കണ്ടിട്ട് ഞാൻ മിക്കവാറും ഇത് 2-3 ദിവസം കൊണ്ടായിരിക്കും അരിഞ്ഞിട്ട് പിന്നെ തിന്ന് തീർക്കുന്നത്. പിന്നെ ഇത് എഗ് സമൂസ എന്ന് പറഞ്ഞില്ലേ, സംഭവം സൂപ്പറാണ് കേട്ടോ. പിന്നെ പൊറോട്ടയും ചിക്കൻ കറി, അത് എനിക്ക് ഒന്ന് കഴിഞ്ഞ ദിവസം വെച്ച ചിക്കൻ കറി, അത് തീർന്നിട്ടില്ല. പിന്നെ കഞ്ഞി കുറച്ച് കുടിച്ചു. പിന്നെ ഇത് ചക്ക ഒരു പീസ് ഞാൻ കഴിച്ചു. പിന്നെന്തുവാ, അത്രയൊക്കെ ഉള്ളു. പിറ്റേ ദിവസം അത് പിന്നെ രാത്രിയിലായപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. പിറ്റേ ദിവസമൊന്നുമല്ല കേട്ടോ, രാത്രി തന്നെയാണ് നല്ല മഴയായിരുന്നു. അല്ല, എല്ലായിടവും മഴയല്ലായിരുന്നു. ഈ മഴയുടെ ഒരു സൗണ്ട്
ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനത് കട്ടാക്കിയില്ലായിരുന്നു. പിന്നെ ഇത് ഞാൻ വെളുപ്പിനത്തേക്ക് ഇത്തിരി പഴഞ്ചോറ് സെറ്റ് ചെയ്യാമെന്ന് കരുതിയേ. എന്നിട്ട് ചോറ് ഒരു ചട്ടിയുടെ അകത്തോട്ട് ഇട്ട് അതിനകത്തോട്ട് കൊച്ചുള്ളിയും പച്ചമുളകും ഒക്കെ ഇങ്ങനെ ചതച്ച് അതൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത്, ഞാനത് റെക്കോർഡ് ആക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇത് റെക്കോർഡ് കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ പഴഞ്ചോറൊക്കെ സെറ്റ് ചെയ്ത് ഇത്ര ഈ ഒരു ഭാഗമാക്കി ഞാൻ മൂടി വെച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആ മഴയുടെ മഴ പെയ്ത് തോർന്ന മുറ്റം ഒക്കെ അതൊക്കെ ഒന്ന് നോക്കി, അത് കഴിഞ്ഞ് വന്ന് അതിനകത്തോട്ട് കപ്പ കുഴച്ചത്, ചോറിനകത്തോട്ട് കപ്പ കുഴച്ചത്, പിന്നെന്താ മീൻകറി അല്ല തൈര് ഓക്കെ, തൈര്, അത് കഴിഞ്ഞ് മുളക് കറി. ഇത് നെന്മീൻ മുളക് കറിയാണ്. പിന്നെന്തുവാ, ഇത്തിരി കോവയ്ക്ക മെഴുക്ക് പുരട്ടി. അതിന്റെ പച്ചമുളകൊക്കെ ഞാൻ എടുത്തങ്ങ് ഇടും, കാരണം എനിക്കത് ഇഷ്ടമാണ് പച്ചമുളകൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ ഒരു കഷ്ണം മീൻ പൊരിച്ചത്. ഇത്രേ ഉള്ളായിരുന്നു. പിന്നെ ബാങ്ക് വിളിച്ചു, നിസ്കരിക്കാനായിട്ട് കയറി. അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണേ.